ഞാനൊരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുന്ന ഒരാളാകുമ്പം എൻ്റെ ഒരു പഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ഫീൽഡുകളിൽ പോവുക. യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ ഒരു ഗാർഡനാണിത്. ഈ ഗാർഡനിൽ പോയിട്ട് നേരിട്ട് പഠിക്കണം, പ്രാക്ടിക്കൽ രീതിയിൽ പഠിക്കണം. നമ്മൾ രാവിലെ 9 മണി മുതൽ 5 മണി വരെ സാധാരണ കോളേജുകളിൽ ഇരിക്കുന്ന പോലെയല്ല. വൺസ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് UN ഏജൻസികളിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റി ഒരുക്കുന്നുണ്ട്. ബാച്ചിലേഴ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഒരു സമയം തന്നെ കോവിഡിൻ്റെ ഒക്കെ ഒരു ആ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായത്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ എങ്ങനെ സ്വന്തമായിട്ട് പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയും അതിന് ഒരു ജോലി അത്യാവശ്യമാണ്. ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് പല കമ്പനികളുടെയും നാട്ടിലുള്ള കേരള ബേസ്ഡ് ആയിട്ടുള്ള പല കമ്പനികളുടെയും ട്രാവൽ ഗൈഡ് അല്ലെങ്കിൽ ടൂർ ഗൈഡായിട്ട് ഞാൻ പ്രവർത്തിച്ചു. മണാലി, കശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ നാട്ടിലുള്ള ആളുകളെ കൊണ്ടുപോയി അവരെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കലും. അപ്പോൾ അതോടൊപ്പം എനിക്ക് സ്ഥലങ്ങൾ കാണുകയും ചെയ്യുക, സ്ഥലങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഹലോ ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എക്സാൻവേ ലേണിംഗ് സംഘടിപ്പിക്കുന്ന സക്സസ് സ്റ്റോറീസ് വെബിനാർ സെഷനിലേക്ക് സ്വാഗതം. എന്റെ വോയിസ് ഓഡിബിൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. So I can see a lot of chats in the chat box. So glad to see all these. So good evening all. So എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എക്സാൻവേ ലേണിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽപ്പെട്ട ഒരു വെബിനാർ സീരീസ് ആണ് സക്സസ് സ്റ്റോറീസ് എന്നുള്ളത്. ഡിഫറെന്റ് കരിയർ ഫീൽഡുകളിൽ എക്സൽ ആയിട്ടുള്ള എമിനന്റ് പേഴ്സൺസുമായിട്ട് സ്റ്റുഡൻസിന് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി സക്സസ് സ്റ്റോറീസ് വെബിനാർ സെഷൻസിലൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന്റെ 15th എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ഈ ഒരു വെബിനാർ സെഷനിൽ എക്സാൻവേ ലേണിംഗിന്റെ കറന്റ് ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, ഫൗണ്ടേഷൻ ചെയ്യാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും. സോ ഇത് എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഇറ്റ്സ് എ പബ്ലിക് വെബിനാർ ആക്ച്വലി. എവരിവൺ ക്യാൻ ലിസൺ ടു ദിസ് സെഷൻ ആൻഡ് ക്യാൻ ഇന്ററാക്ട് വിത്ത് അവർ ഗസ്റ്റ് ആക്ച്വലി. സോ നമ്മൾ കഴിഞ്ഞ 14 സെഷൻസ് ആരൊക്കെയാണ് സെഷൻസ് എടുത്തിട്ടുള്ളത്, നമ്മുടെ സെഷൻസിന്റെ ഒരു ത്രോ ബാക്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. 14th എപ്പിസോഡിൽ എല്ലാവർക്കും സുപരിചിതനായിട്ടുണ്ടായിരുന്ന IAS ഓഫീസർ ദിലീപ് കെ കൈനിക്കര, അദ്ദേഹം നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു സെഷൻ ഉണ്ടായിരുന്നത്. ആൻഡ് അതിന് മുന്നേ ആപ്പിളിൽ വർക്ക് ചെയ്തിരുന്ന ശ്രീജി ശ്രീനിവാസൻ നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ എത്തിയിരുന്നു 13th എപ്പിസോഡിൽ. ആൻഡ് ഓൺ 12th എപ്പിസോഡ് IIT മദ്രാസിൽ നിന്നും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് ടാർഗറ്റ് കോർപ്പറേഷനിൽ ലീഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്ന അൻസിൽ മൊയ്തീൻ നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വളരെ എമിനന്റ് ആയിട്ടുള്ള മീറ്റ് പ്രൊഫസർ ഗോപാൽ ഗണേഷ് എന്ന പേരിൽ നമ്മൾ സക്സസ് സീക്രട്സ് എന്നുള്ള പേരിൽ സെഷൻ 11th എപ്പിസോഡിൽ കണ്ടക്ട് ചെയ്തു. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിൽ പ്രൊഫസറായി വർക്ക് ചെയ്യാണ്. IIT മദ്രാസിൽ നിന്നും ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ്. ആൻഡ് PhD ഫ്രം ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ആളാണ്. അദ്ദേഹം നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്തിരുന്നു. ആൻഡ് 10th എപ്പിസോഡിൽ സിവിൽ സർവന്റ് ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർ തസ്ലീം M നമ്മുടെ കുട്ടികളുമായിട്ട് സംസാരിച്ചു. ആൻഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടർ സഫീർ CK നമ്മുടെ കുട്ടികളുമായിട്ട് സംസാരിച്ചിരുന്നു. 8th എപ്പിസോഡിൽ ഷാഹിദ് K മുഹമ്മദ് ആൻഡ് മെയില് ഡോക്ടർ സഫീർ CK, ഗോപാൽ ഗണേഷ് ആൻഡ് ഡോക്ടർ അബ്ദുസലാം. അദ്ദേഹം എയിംസ് ഡൽഹിയിൽ നിന്നും MBBS പൂർത്തിയാക്കിയിരുന്ന നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ സ്വദേശിയായിരുന്നു. ആൻഡ് എപ്പിസോഡ് 6th IIT-യിൽ നിന്നും BTech ആൻഡ് IIM-ൽ നിന്നും MBA കഴിഞ്ഞ് ഫവാസ് സർ എക്സാൻവേ ലേണിംഗിന്റെ COO കൂടിയായിരുന്ന അദ്ദേഹം ഇന്ററാക്ട് ചെയ്തിരുന്നു. അങ്ങനെ നിരവധി പേർ, പൈലറ്റ് ആയിരുന്ന ആള്, ISRO സയന്റിസ്റ്റ് ആയിരുന്ന ആള്, ഫ്ലിപ്കാർട്ടിൽ ഡിസൈൻ എഞ്ചിനീയർ ആയിരുന്ന ആള്, IASc-യിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്പേസ് സയന്റിസ്റ്റ്, അവിടുന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ഡിഫറെന്റ് കരിയർ ഫീൽഡുകളിൽ എക്സൽ ആയിട്ടുള്ള ആളുകൾ കഴിഞ്ഞ എപ്പിസോഡ്സിൽ നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സക്സസ് സ്റ്റോറീസ് വെബിനാർ സെഷനിൽ എത്തിയിരുന്നു. സോ നമ്മൾ ഡിഫറെന്റ് ഫീൽഡുകളിൽ, സയൻസ് മാത്രമല്ല, എഞ്ചിനീയറിംഗ് മാത്രമല്ല, എല്ലാ ഫീൽഡുകളിലും, സിവിൽ സർവീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ലെവലിൽ അബ്രോഡ് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്കായിക്കോട്ടെ, എല്ലാ ഫീൽഡുകളിലുള്ള എക്സ്പോഷർ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സെഷൻസിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ടുഡേ, ഇന്ന് നമുക്ക് നമ്മുടെ എസ്റ്റീംഡ് ഗസ്റ്റ് പരിചയപ്പെടാം. മുഹമ്മദ് അസ്ലഹുവി. അദ്ദേഹം എന്റെ ഒരു ജൂനിയർ കൂടെയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എന്റെ ജൂനിയർ ആയിട്ട് അദ്ദേഹം പഠിച്ചിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ നിന്നും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കറന്റ് യൂണിവേഴ്സിറ്റി ഫോർ പീസിൽ അദ്ദേഹം മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ UN-ന്റെ അണ്ടറിലൊക്കെ നമുക്ക് എങ്ങനെ പഠിക്കാം, യുണൈറ്റഡ് നേഷൻസിന് കീഴിലൊക്കെ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ
നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്നത്തെ സെഷൻ ഉള്ളത്. അദ്ദേഹത്തിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഡിഫറെന്റ് കോൺഫറൻസുകളിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ജാംപൂരിയിൽ സ്കൗട്ട്സും ഗൈഡ്സും ഒക്കെ ഈ ഒരു സെഷൻ കേൾക്കുന്നുണ്ടെങ്കിൽ വേൾഡ് സ്കൗട്ട് ജാംപൂരി 2020 USA വെച്ച് നടന്നിരുന്ന ജാംപൂരിൽ അദ്ദേഹം ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് നേരിട്ട് തന്നെ കേൾക്കാം. UN സിവിൽ സൊസൈറ്റി കോൺഫറൻസിലും അതുപോലെ തന്നെ UN സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ 2024 അദ്ദേഹം ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് യൂത്ത് ഡെലിഗേറ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. സോ അസ്ലഹിനെ ഞാൻ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാണ്. സോ ഇത് ആക്ച്വലി ഒരു ഇന്ററാക്ഷൻ ആണ്. നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. നമുക്ക് ഒരു ഓപ്പൺ ടോക്കിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഒരുക്കുന്നത്. സോ ടിൽ ദ എൻഡ് ഓഫ് ദി സെഷൻ എല്ലാവരും അറ്റൻറ്റീവ് ആയിട്ട് സെഷനിൽ ഉണ്ടാവണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സെഷനിൽ കയറിയിട്ടില്ല എങ്കിൽ അവർക്കൂടെ നമ്മുടെ ഈ ഒരു സെഷനിലെ ലിങ്ക് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം. സോ ഐ എം ഒഫീഷ്യലി ഇൻവൈറ്റിംഗ് മിസ്റ്റർ അസ്ലഹിനെ മൈക്ക് എടുക്കാം. മിസ്റ്റർ അസ്ലഹ് പ്ലീസ്. താങ്ക് യു ഹവ സർ. കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? യാ ഓഫ് കോഴ്സ്. ഓക്കെ, സോ ഗുഡ് ഈവനിങ് എവരി വൺ. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് സച്ച് എൻ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഞാനിപ്പോൾ അങ്ങനെ നോക്കായിരുന്നു, ഒരുപാട് റിസോഴ്സ് പേഴ്സൺസ് IAS IFS തുടങ്ങി IIT മദ്രാസ് ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളായിട്ട് സംവദിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് XNY എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. XNYയിലെ ഒരുപാട് ആളുകൾ, സ്റ്റാഫുകൾ നേരിട്ട് പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഇത്തരമൊരു പ്രോഗ്രാമിന് ക്ഷണിച്ചപ്പോൾ അത് സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കാൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ ഏറ്റവും നന്ദി പറയുകയാണ് ആദ്യം തന്നെ XNY ടീമിനോട്. അപ്പം നമ്മളൊരു ക്ലാസ് എടുക്കാനോ ആ രീതിയിലുള്ള ഒരു സംഭാഷണത്തിനോ ഞാൻ തയ്യാറല്ല. നമുക്കൊരു ഇൻട്രാക്ഷൻ ആയിട്ട് പോകുന്നതാവും നന്നാവില്ല. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ബോക്സ് ഉണ്ട്, അല്ലെങ്കിൽ മൈക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എല്ലാം അറിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ആശങ്കകളും നിങ്ങളുടെ ഫീഡ്ബാക്കുകളും ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ എങ്ങനെ അതിന് മറുപടി നൽകാൻ പറ്റും എന്നുള്ളത് ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു PPT ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം ഞാൻ ആരാണെന്നൊന്ന് പരിചയപ്പെടുത്തും. അതെന്തിനാണെന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ നിലവിൽ 3 യൂണിവേഴ്സിറ്റിൻ്റെ അഫിലിയേഷൻ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ എന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലുള്ള, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആണോ, ജാമ്യ ആണോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫോർ പീസ് ആണോ, ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ആശങ്കകളും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നമ്മൾ എന്താണ് ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഫോർ പീസ് അതെന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പോവാം. അപ്പം ആ സമയങ്ങളിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഞാനത് പറഞ്ഞു പോവാം. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊരു ഓപ്പൺ സെഷനാണ്. 10-15 മിനിറ്റ് നീണ്ടു നിൽക്കുന്നൊരു ആദ്യത്തെ ഒരു ബ്രീഫ് ഒരു PPT പ്രസൻറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ദ യൂണിവേഴ്സിറ്റി ഫോർ പീസ്. സോ ഇത് യൂണിവേഴ്സിറ്റി ഫോർ പീസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ മാൻഡേറ്റ് ചെയ്തിട്ടുള്ള 1986 UN ജനറൽ അസംബ്ലി ത്രൂ ഫോം ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മാൻഡേറ്റ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. കോസ്റ്റാറിക്ക എന്ന് പറയുന്ന സെൻട്രൽ അമേരിക്കൻ രാജ്യത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ഫോർ പീസ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ എൻ്റെ ഒരു ജേർണി ഡിസ്കസ് ചെയ്യുക. പിന്നെ എന്താണ് UPeace, വാട്ട് മേക്സ് UPeace യുണീക്ക്, വൈ UPeace, പിന്നെ ഈ യൂണിവേഴ്സിറ്റി ഫോർ പീസ് എന്ന യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എന്നുള്ളതാണ് ജസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ്. സോ മൈസെൽഫ്, എൻ്റെ പേര് മുഹമ്മദ് അസ്ല്. ഞാൻ മലപ്പുറം തിരൂർ സ്വദേശിയാണ്, കൽപ്പകഞ്ചേരി സ്വദേശിയാണ്. നിലവിൽ മാസ്റ്റേഴ്സ് ഇൻ എൻവയോൺമെൻറ്റ് പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് MAEDP എന്ന കോഴ്സാണ് യൂണിവേഴ്സിറ്റി ഫോർ പീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ ഡൽഹിയിൽ നിന്നും ഒരു മാസ്റ്റേഴ്സും, അതേപോലെ ബാച്ചിലേഴ്സ് ഇൻ ഹിസ്റ്ററി ഓണേഴ്സ് ഫ്രം ഹിന്ദു കോളേജ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഇതാണ് എൻ്റെ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ.
അക്കാഡമിക് ജേണീൻ്റെ പുറമെ ആയിട്ട് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും താല്പര്യം ഉള്ളൊരു ആളാണ് ഞാൻ. പ്രത്യേകിച്ച് നാഷണൽ സർവീസ് സ്കീം, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്നിങ്ങനെയുള്ള ഒരുപാട് NGOകളുടെ മെമ്പർ കൂടിയാണ് ഞാൻ, ആക്റ്റീവ് മെമ്പർ കൂടിയാണ്. എൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, പീസ് ബിൽഡിംഗ്, ക്ലൈമറ്റ് അഡ്വക്കേസി, അതേപോലെ സസ്റ്റൈനബിൾ ടൂറിസം. അപ്പം ഇതാണ് എൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ UPS 1980 ഒരു UN ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ, യുണൈറ്റഡ് നേഷൻസിൻ്റെ എല്ലാ രാജ്യത്തിലുള്ള ആളുകളും മെമ്പർ സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഒത്തുചേർന്ന UN ജനറൽ അസംബ്ലിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. നമ്മുടെ ലോകത്ത് ഒരു പീസ് എഡ്യൂക്കേഷന് ഒരു യൂണിവേഴ്സിറ്റി, പീസ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി വേണം എന്നുള്ള ഒരു മിഷനോട് കൂടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ 1980 സ്ഥാപിക്കപ്പെടുന്നത്. 2024 നമ്മൾ നിൽക്കുമ്പം ഏകദേശം നമുക്ക് 6000 അലൂമിനീസ്, അതും 190 രാജ്യങ്ങളിൽ നിന്ന് 6000 അലൂമിനീസ് UPSൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുണ്ട്. വലിയൊരു നെറ്റ്വർക്കാണ്. UN സിസ്റ്റം. സോ യൂണിവേഴ്സിറ്റി ഫോർ പീസ് എന്ന് പറയുന്നത് വെറും ഒരു യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ എ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ NGO എന്ന് പറയുന്ന പോലെ ഒരു IGO തലത്തിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UNൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും ഒരു ഒബ്സർവർ സ്റ്റേറ്റ് ആയിക്കൊണ്ട് പങ്കെടുക്കാനുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റി ഫോർ പീസിനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡയറക്റ്റായിട്ട് UN എസ്റ്റാബ്ലിഷ് ചെയ്ത ഏക യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഫോർ പീസ്. ഇത് ഒരു ഓക്കെ. സോ യൂണിവേഴ്സിറ്റി ഓഫ് പീസിൻ്റെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് 17 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കൗൺസിലാണ്. ഈ കൗൺസിലിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് UNൻ്റെ സെക്രട്ടറി ജനറലാണ്. അതിൻ്റെ താഴെയായിട്ട് UNESCO ഡയറക്ടർ ജനറൽ, അതേപോലെ UNൻ്റെ പല ഏജൻസികളിലെ ആളുകളാണ് ഈ ഒരു കൗൺസിലിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ UNൻ്റെ പല പ്രോഗ്രാമുകളും ആക്ടിവിറ്റീസും ഈ ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുന്നതാണ്. സോ UP's ഗ്ലോബൽ ഇമ്പാക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അലൂമിനികൾ, UPസിൻ്റെ അലൂമിനികൾ ഈ ഡിപ്ലോമസി, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, അതായത് UNDP, UNHCR, UNICEF പോലുള്ള ഒരുപാട് ഓർഗനൈസേഷനുകൾ വർക്ക് ചെയ്യുന്ന 1000-ഓളം അല്ലെങ്കിൽ ഒരുപാട് അലൂമിനീസ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഫോർ പീസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കറിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്ലോബൽ ചലഞ്ചസ്, ക്ലൈമറ്റ് ചേഞ്ച്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 2 ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ അമേരിക്കൻ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ UNൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അവിടെ പോയിട്ട് നേരിട്ട് പ്രാക്ടിക്കൽ ലേണിങ്ങിലൂടെ കൂടി അതിൻ്റെ പ്രൊസീജിയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പം ഈ നമ്മുടെ UPസിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു എയിം തന്നെ ഒരു തിയോറിറ്റിക്കൽ ലേണിങ്ങിൻ്റെ അപ്പുറം പ്രാക്ടിക്കൽ ലേണിംഗ് എന്നുള്ള സംഭവമാണ്. നമ്മൾ വെറുതെ ബുക്കുകൾ വായിക്കുന്നതിലപ്പുറം അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്കത് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മെയിനായിട്ട് UPസിൻ്റെത്. രണ്ടാമത്തെ ഫോട്ടോ കഴിഞ്ഞ മാസം UN ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടന്ന, ന്യൂയോർക്കിൽ വെച്ച് നടന്ന UN സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചറിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഉള്ളിലുള്ള ഒരു ഹൈ ലെവൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു ഫോട്ടോ ആണത്. അപ്പം UN സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിലെ ആളുകൾ, ഡിപ്ലോമാറ്റ്സ്, ഹൈ ലെവൽ ആളുകൾ വന്ന് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ നമുക്ക് ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ്, അതായത് നമ്മുടെ ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച്, എയർ പൊല്യൂഷൻ പോലുള്ള മെയിൻ പ്ലാനറ്ററി ക്രൈസിസിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയും അതിന് നെഗോഷിയേഷൻസ് നടത്തുകയും അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വലിയൊരു ഹൈ ലെവൽ പ്രോഗ്രാമുകളായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ പോലുള്ള ഡിഗ്നിറ്ററീസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേജിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടി. നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് വളരെ UPസിനെ എന്തുകൊണ്ട് സ്പെഷ്യലാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മുടെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിനേക്കാളും എത്രയോ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് യു പി സിൻ്റെത്. അതായത് ഏകദേശം 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ കൂടെ പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇത് നമ്മൾ ആദ്യത്തെ ഈ 2 ഫോട്ടോസുകൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമാണ്. ഞാനൊരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുന്ന ഒരാളാകുമ്പം എൻ്റെ ഒരു പഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ഫീൽഡുകളിൽ പോവുക. യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ ഒരു ഗാർഡനാണിത്. ഈ ഗാർഡനിൽ പോയിട്ട് നേരിട്ട് പഠിക്കാനുള്ള പ്രാക്ടിക്കൽ രീതിയിൽ പഠിക്കാം. നമ്മൾ രാവിലെ 9 മണി മുതൽ 5 മണി വരെ സാധാരണ കോളേജുകളിൽ ഇരിക്കുന്ന പോലെയല്ല. നമുക്ക് ഒരുപാട് അസൈൻമെൻറ്റുകൾ, പ്രൊജക്റ്റുകൾ, ഗ്രൂപ്പ് പ്രസൻറ്റേഷനുകൾ, അങ്ങനെ ഒരു ഇവിടുത്തെ ഒരു കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നാട്ടിലെ ഇന്ത്യൻ സ്കൂൾ എഡ്യൂക്കേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വൺസ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് UN ഏജൻസികളിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റി ഒരുക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ കോഴ്സുകളാണ് യു പീസ് ഓഫർ ചെയ്യുന്നത് എന്നാണ്. യൂണിവേഴ്സിറ്റി ഫോർ പീസ് മെയിനായിട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളും PhD പ്രോഗ്രാമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ്, എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ലോ, പിന്നെ അതേപോലെ സ്പാനിഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പാനിഷ് പ്രോഗ്രാംസുകൾ, UP's യൂണിറ്റാർ പ്രോഗ്രാംസുകൾ, ഓൺലൈൻ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകൾ, ഇത്തരം പ്രോഗ്രാമുകളാണ് മാസ്റ്റേഴ്സ് ലെവലിൽ UP's ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളത് കൃത്യമായിട്ട് കാണാം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് സ്റ്റഡീസിൻ്റെ അണ്ടറിൽ റിലീജിയൻ, കൾച്ചർ ആൻഡ് പീസ് സ്റ്റഡീസ്, ഇൻ്റർനാഷണൽ പീസ് സ്റ്റഡീസ്, ഇൻഡിജിനിയസ് സയൻസ് ആൻഡ് പീസ് സ്റ്റഡീസ്, ജെൻഡർ ആൻഡ് പീസ് ബിൽഡിംഗ്, IPS എന്ന് പറഞ്ഞ കോഴ്സ് പ്രത്യേകിച്ച് മീഡിയ, പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഇതിലൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റുന്ന കോഴ്സാണ്. അതേപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സാണ് ഈ പച്ച കളറിൽ കാണിക്കുന്ന 4 കോഴ്സുകൾ. എൻവയോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ്, വിച്ച് ഈസ് മൈ കോഴ്സ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ആൻഡ് ഡിപ്ലോമസി, റെസ്പോൺസിബിൾ മാനേജ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ എക്കോണമിക് ഡെവലപ്മെൻറ്റ്, ഇക്കോളജി ആൻഡ് സൊസൈറ്റി, പിന്നെ അതേപോലെ ഇൻ്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ഇൻ്റർനാഷണൽ ലോ ആൻഡ് ഡിപ്ലോമസി. ഈ ഇൻ്റർനാഷണൽ ലോ ആൻഡ് ഡിപ്ലോമസി എന്ന് പറഞ്ഞ കോഴ്സ് UP's യൂണിറ്റാർ പ്രോഗ്രാമിൻ്റെ അണ്ടറിലുള്ള ആൾ. യൂണിറ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN തന്നെ റിസർച്ചിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് 2 സർട്ടിഫിക്കറ്റ്, UP'സിൻ്റെ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ യൂണിറ്റാറിൻ്റെ സർട്ടിഫിക്കറ്റും സെയിം ഈ ഒരു കോഴ്സ് കഴിയുന്നതോട് കൂടിയിട്ട് കിട്ടും. അപ്പം അതെ, നമുക്കൊരു ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു Q&A സെഷൻ ഉണ്ട്. സോ UP's അഡ്മിഷൻ പ്രൊസീജിയർ. UP'സിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് UP'സിൻ്റെ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ബാച്ചിലേഴ്സൊക്കെ കഴിഞ്ഞ് UN യൂണിവേഴ്സിറ്റിയിലേക്ക് താല്പര്യപ്പെടുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊക്കെ ഇപ്പം 5 മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളോ അല്ല +1 +2 പഠിക്കുന്ന കുട്ടികളോ ആവും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്യുവർലി ബേസ്ഡ് ഓൺ മെറിറ്റ്. അതായത് നമ്മൾ അക്കാഡമിക്സിൽ എത്ര മാർക്ക്, ഇപ്പോൾ +2 എത്ര മാർക്ക് ഉണ്ടാവുന്നു അതിനനുസരിച്ചാണ് നാട്ടിലെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടൽ. അല്ലെങ്കിൽ ഇപ്പം ജാമിയ പോലുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ എൻട്രൻസ് ആണ് ഉണ്ടാവില്ല. അപ്പോൾ എൻട്രൻസ് മെറിറ്റ് ബേസിസിലാണ് നമ്മുടെ നാട്ടിൽ എന്തുണ്ടാവില്ല അഡ്മിഷൻ നടക്കൽ. പക്ഷേ പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ അവർ നമ്മുടെ മാർക്ക് മാത്രമല്ല കൺസിഡർ ചെയ്യില്ല, അതിനപ്പുറം നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സ് ഏതാണ്, ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, അതിൽ എന്തൊക്കെ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ആ കോഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെ അതുകൊണ്ട് മെച്ചം ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അവർ നോക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ SOP എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. SOP കേട്ടിട്ടുള്ള എത്ര ആളുകളുണ്ട്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. SOP എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണോ? അധികം ആരും കേട്ടിട്ടില്ല. ഓക്കെ. സോ SOP എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പോയതിൻ്റെ ശേഷം ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക എന്താണ് SOP, മോഡൽ SOP എന്താണ് എന്നുള്ളത്. ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഗൂഗിളിലും മറ്റുള്ള ചാറ്റ് GPT പോലുള്ള സംഭവങ്ങൾ അവൈലബിൾ ആണ്, എല്ലാ ഇൻഫർമേഷൻസും. അപ്പം ഈ ഒരു SOP എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ നമ്മൾ ഈ ഒരു UP'സിൽ അല്ലെങ്കിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു 2000 വേർഡ്സിലോ 3000 വേർഡ്സിലോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള
നമ്മുടെ പർപ്പസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. അതും അതിനോടൊപ്പം തന്നെ നമ്മുടെ റെക്കമെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ അക്കാഡമിക് ഇപ്പോൾ ബാച്ചിലേഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോളേജിലെ പ്രൊഫസേഴ്സോ പ്രിൻസിപ്പാൾസോ നമ്മളെ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ, അത് ഇതും പിന്നെ അതേപോലെ പിന്നെ നമ്മുടെ മെറിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കുക. അതിപ്പം സ്റ്റാൻഫോർഡ് ആയിക്കോട്ടെ, ഹാർവാർഡ് ആയിക്കോട്ടെ, ഏതൊരു യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മുടെ SOP ബേസ്ഡ് അഡ്മിഷനാണ്. അപ്പോൾ SOP എന്നുള്ളൊരു സംഭവം മൈൻഡിൽ വെക്കുക. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, എന്നാലും SOP മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ ഒരു യൂണിവേഴ്സിറ്റികളിലൊക്കെ എത്താം എന്നുള്ളതും നമ്മൾ അതിനുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ എന്താ ചെയ്യുക എന്നുള്ളതും നമുക്ക് ഇപ്പം തന്നെ ഒരു ധാരണ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ്. സോ ഞാൻ ഇപ്പം UPSC അഡ്മിഷൻ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കോസ്റ്റാറിക്ക എന്ന് പറഞ്ഞ രാജ്യം സെൻട്രൽ അമേരിക്കയിലെ ഒരു ചെറിയ രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം 1890 കാലഘട്ടത്തിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയ രാജ്യമാണ്. സ്പെയിൻ്റെ ഒരു കോളനി ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഭാഷ, ഇവിടുത്തെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ആണ്. ഇവിടുത്തെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. SOPനെ കുറിച്ച് പറയാം. ഓക്കെ, നമുക്ക് ഇൻട്രാക്റ്റീവ് സെഷനിൽ നമുക്ക് SOPനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ കോസ്റ്റാറിക്ക എന്ന് പറഞ്ഞാൽ US, കാനഡ, നോർത്ത് അമേരിക്ക എന്നുള്ള ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ. ഇപ്പം നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് വരലുണ്ട്, ആലപ്പുഴ കാണാനും ബാക്കിയുള്ള ഇപ്പോൾ കൊച്ചി അതേപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ. അതേപോലെ അമേരിക്കൻസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഹോളിഡേ അല്ലെങ്കിൽ വെക്കേഷൻ ഡെസ്റ്റിനേഷൻ ആണ് കോസ്റ്റാറിക്ക. അപ്പോൾ കോസ്റ്റാറിക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരുപാട് വോൾക്കാനോസ്, അതുപോലെ ബീച്ചസ്, മൗണ്ടെയിൻസ്, നാഷണൽ പാർക്കൊക്കെ കൂടിയുള്ള ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു റീജിയനാണ് തീർച്ചയായിട്ടും കോസ്റ്റാറിക്ക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കോസ്റ്റാറിക്ക എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടും. നമുക്ക് ഈ രാജ്യത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോവാം. അതേപോലെ നമുക്ക് ഒരുപാട് ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കോസ്റ്റാറിക്ക. പിന്നെ ഈ കോസ്റ്റാറിക്കൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററിനെ അബോളിഷ് ചെയ്ത ഒരു രാജ്യമാണ്. പീസ് അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇതിനൊക്കെ നന്നായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ മിലിറ്ററി ആർമി ഇല്ലാത്തൊരു രാജ്യമാണ്. ആർമി ഇല്ലാത്ത ചുരുക്കം രാജ്യങ്ങളേ ഉള്ളൂ ലോകത്ത്, അതിലൊന്നാണ് കോസ്റ്റാറിക്ക. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രാജ്യത്തിൽ UPs ദാറ്റ് സേഫ് ഇറ്റ് ഈസ് ഈ സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും സേഫും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എക്കോണമി ഉള്ള ഒരു രാജ്യമാണ്. പിന്നെ ഇവിടുത്തെ പോളിസീസുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും അതേപോലെ എനർജി കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് പോളിസി ലെവലിലും മേക്കിംഗ് ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ഈ ഒരു കോസ്റ്റാറിക്ക. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഫോർ പീസ് ഇതിനൊരു പെർഫെക്റ്റ് ലൊക്കേഷൻ ആയിട്ട് മാറിയത്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് സെഷനുകൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് UPs എന്നുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് സെഷനുകൾ കഴിയുന്ന രീതിയിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഷുവർ. കുറെ ചോദ്യങ്ങൾ ആൾറെഡി ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് മൈക്ക് കൂടെ ഓപ്പൺ ആക്കാൻ, കുറെ പേർക്ക് മൈക്കൊക്കെ ഓൺ ചെയ്ത് സംസാരിക്കാനുണ്ടാവും. അപ്പൊ അതിന് മുന്നേ എനിക്ക് കുറെ ചോദ്യങ്ങളുണ്ട്, ഞാനൊന്ന് ചോദിച്ചു തുടങ്ങാം. ഞാൻ ചോദിക്കുന്നത് വളരെ റാൻഡം ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ എവിടെയാണ് അസ്ലേ ഇരിക്കുന്നത്? ബാക്കിൽ എന്തൊക്കെയോ കെമിക്കൽ ലബോറട്ടറി പോലൊക്കെ ഒരു ഫീൽ ഉണ്ട്, ഒരു ടെസ്റ്റ് ട്യൂബോ എന്തൊക്കെയോ ഒരു വാഷ് ബേസിനൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ എവിടെയാണുള്ളത്? മനസ്സിലാക്കാലോ, ഇത് റൂമാണ്. ഓക്കെ, നമ്മുടെ ചെറിയൊരു സ്പേസ് ആണ്. അപ്പൊ ആ സ്പേസിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഉള്ളത്. അപ്പൊ എങ്ങനെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ സെൽഫ് കുക്കിംഗ് ആണോ? അതെ ഒരുമിച്ച് അതെ. വേറെ മലയാളീസ് ആരെങ്കിലും ഉണ്ടോ താമസം? ഇല്ല ഇല്ല ഇല്ല, ഇവിടെ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യക്കാർ 2 പേരേ ഉള്ളൂ ഈ നിലവിൽ ഈ വർഷം. ഇതിലൊരാൾ ഡൽഹിയാണ്. പിന്നെ മലയാളീസ് ഒന്നും യൂണിവേഴ്സിറ്റിയിൽ വേറെ ഇല്ല. എൻ്റെ ക്ലാസ്സിലും തന്നെ ഇന്ത്യൻസ് വേറെ ഇല്ല, ആകെ 2 ഇന്ത്യൻസ് ഉള്ളൂ. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻസ്, ഏഷ്യ, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലുള്ള ആളുകൾ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുണ്ട്. 70 ആളുകളാണ് ഈ വർഷം യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ 40 രാജ്യങ്ങളിലുള്ള ആളുകളാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെ കൾച്ചറെ കുറിച്ചിട്ടും അവരെ ട്രഡീഷനെ കുറിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇന്ത്യയിൽ നിന്ന് ഒരു 2 പേര് മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ എത്രയാണ് ടൈം അവിടെ? മോർണിംഗ് ആയിരിക്കും അല്ലെ? ഏർലി മോർണിംഗ്. അതെ അതെ, ഇവിടെ ഇപ്പം മോർണിംഗ് 8:30 ആണ്. ഞാൻ ഗുഡ് മോർണിംഗ് ഇവിടെ തുടങ്ങണം എന്ന് കരുതിയതാണ്. സോറി, ഞങ്ങൾ ആക്ച്വലി ഇവിടെ 8 മണി വൈകുന്നേരം 8 മണി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഗുഡ് ഈവനിങ് ആണ്, ഗുഡ് നൈറ്റ് ആവാൻ പോകുന്നു. അവിടെ ഗുഡ് മോർണിംഗ് ആണ് സമയം.
അതെ, നമ്മൾ ബാക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 11 മണിക്കൂറും 30 മിനിറ്റും ബാക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫ്രൈഡേ തുടങ്ങുന്നുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തായാലും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തേക്ക് നമ്മൾ അവിടെ പഠിക്കാൻ പോകുമ്പോൾ പഠനം മാത്രമല്ല മറ്റു കുറേ അധികം കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സെഷനിൽ എന്തുകൊണ്ട് സമയം ചോദിക്കുന്നു, അല്ലെങ്കിൽ മലയാളികൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചർ ചോദിക്കുന്നു എന്നുള്ളതൊക്കെ, ഇതൊക്കെ നമ്മളുടെ ഒരു എക്സ്പ്ലോറേഷന്റെ ഒരു ഭാഗം തന്നെയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പഠിക്കൽ മാത്രമല്ല, നമ്മളുടെ ഒരു ലൈഫ് എക്സ്പ്ലോറേഷൻ എന്നുള്ളത് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള സംഗതി തന്നെയാണ്. എനിക്ക് തോന്നുന്നു അസ്ലഹ് കുറെ അധികം രാജ്യങ്ങളൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കൂടിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഞാൻ കാണലുണ്ട് വീഡിയോസ് ഒക്കെ. എത്ര കൺട്രീസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇതിനോടകം? ഞാൻ ഏകദേശം 13 രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിൽ നോർത്ത് അമേരിക്ക, അതേപോലെ ഏഷ്യൻ കൺട്രീസ് ആണ് കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ളത്. പിന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. US, കാനഡ, അതേപോലെ കെനിയ, ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാളും ഒരു ട്രാവലർ ആയിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ടൂറിസ്റ്റും അപ്പൊ ട്രാവലറും നല്ല വ്യത്യാസമുണ്ട്. ഒരു ട്രാവൽ ചെയ്യുമ്പോൾ കുറെ അധികം കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും. എനിക്ക് തോന്നുന്നു മാസ്റ്റേഴ്സിന് ടൂറിസം ആണ് സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരുന്നത്. അതെ അതെ അപ്പൊ സയന്റിഫിക്കലി ഒരു ടൂറിസത്തിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പ്രാക്ടിക്കലി ഒരു ട്രാവലർ കൂടിയാണ് അസ്ലഹ് എന്നുള്ളതാണ് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. എത്ര പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ ചാറ്റിൽ ചോദിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലിന്. ഇപ്പൊ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ആക്റ്റീവ് ആണോ? ചാനലൊന്നും ആക്റ്റീവ് അല്ല. യൂട്യൂബ് ചാനലൊന്നും ആക്റ്റീവ് അല്ല. ഇപ്പൊ അക്കാഡമിക്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആ ഒരു തിരക്കിൽ പോയത്. പണ്ട് ഹിന്ദു കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു യൂട്യൂബൊക്കെ ചെയ്തിരുന്നത്. ഇനി അത് ഓക്കെ. ഒന്ന് അതിൻ്റെ ശേഷം റെഡിയാക്കണം. അപ്പൊ അസ്ലഹ് ഡൽഹിയിൽ എന്റെ 2 വർഷം ജൂനിയർ ആയിട്ടാണ് അസ്ലഹ് ഉണ്ടായിരുന്നത്. ഹിസ്റ്ററി ആയിരുന്നു അസ്ലഹ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നത്. ആക്ച്വലി അതെ സയൻസ് പഠിച്ചിട്ട് എങ്ങനെ ഹിസ്റ്ററിയിലേക്ക് എത്തി എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എസ്പെഷ്യലി നമ്മുടെ ഒരു സ്റ്റുഡൻസ് എന്നുള്ളത് കുറെ അധികം ആസ്പിറേഷൻസ് ഉള്ളത് ഒരു സയൻസ് ഫീൽഡിൽ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പ്ലോർ ചെയ്യണം താല്പര്യമുള്ളവരാണ് കൂടുതൽ പേരുള്ളത്. അതെ പക്ഷെ നമ്മൾ കൂടുതൽ പേർക്കും ഹ്യൂമാനിറ്റീസിലെയും കൊമേഴ്സിലെയും മറ്റ് സെക്ടേഴ്സിലൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടെ പരിചയപ്പെടുത്താനാണ് ഈ ഒരു സക്സസ് സ്റ്റോറി സെഷൻസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഒരു സ്ട്രീം ചേഞ്ച് അസ്ലഹ് ചൂസ് ചെയ്തത്? അതുപോലെ തന്നെ മാസ്റ്റേഴ്സിന് ഒരു ടൂറിസം പോലെയുള്ള ഒരു സബ്ജക്ട് അധികം ആരും എടുക്കാത്ത ഒരു ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റിലൊക്കെ എത്തിപ്പെടാൻ കാരണം എന്താണ്? ആരെങ്കിലും ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ഒരു സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് എടുത്ത് തന്നെയാണോ? തീർച്ചയായിട്ടും. ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് കൊമേഴ്സ് സ്ട്രീമായിരുന്നു എടുത്തിരുന്നത്. ഓക്കെ, സോറി, ഇപ്പോൾ കൊമേഴ്സ്. കൊമേഴ്സ് സ്ട്രീമായിരുന്നു എടുത്തിരുന്നത്. അപ്പം കൊമേഴ്സിൽ +2 എനിക്ക് 100% മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അതായത് അതുകൊണ്ട് 1200 മാർക്ക് സ്റ്റേറ്റ് സിലബസിൽ അതെ സെക്യൂർ അതെ ചെയ്തിരുന്നു. അതെ യാ. അതെ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജിൽ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. ഹിന്ദുവിൽ ഹിസ്റ്ററി ഓണേഴ്സ് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഹിസ്റ്ററിനായിട്ടുള്ളൊരു താല്പര്യം, അതോടൊപ്പം തന്നെ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ഒരു മോഹം ആ സമയത്ത് വല്ലാണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഒന്നാമത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയൊക്കെ മാർക്ക് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഇപ്പോൾ കൊമേഴ്സ് സ്ട്രീമിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ പാരൻസും നാട്ടുകാരൊക്കെ പ്രതീക്ഷിക്കുന്ന ഇവനൊരു സിവിൽ സർവീസുകാരനായി മാറണം എന്നുള്ള രീതിയിലാവും. അപ്പം ആ സിവിൽ സർവീസ് മോഹം വെച്ചിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് വണ്ടി കയറിയത്. അവിടുന്നാണ് ഹവാസ് ഖാനൊക്കെ മീറ്റ് ചെയ്തത്. ഒരുപാട് അടിപൊളി മനുഷ്യന്മാരെ മീറ്റ് ചെയ്യാനും അതേപോലെയുള്ള അനുഭവങ്ങളും കിട്ടി. അത് ഇപ്പോൾ ഡൽഹിയിൽ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മുടെ നാട്ടിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല ഡൽഹിയിൽ. എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പൊല്യൂഷൻ ആയിക്കോട്ടെ, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് നമ്മളവിടെ ജീവിക്കുമ്പോൾ നമ്മളെ അറിയാതെ തന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഒരു സമയം തന്നെ കോവിഡിൻ്റെ ഒക്കെ ആ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടാണ് വന്നിട്ടായത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ എങ്ങനെ സ്വന്തമായിട്ട് പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയും അതിന് ഒരു ജോലി അത്യാവശ്യമാണ്. അപ്പം ജോലി നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു ജോലി ചെയ്യാൻ പറ്റില്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് പല കമ്പനികളുടെയും, നാട്ടിലുള്ള കേരള ബേസ്ഡ് ആയിട്ടുള്ള പല കമ്പനികളുടെയും ട്രാവൽ ഗൈഡ് അല്ലെങ്കിൽ ടൂർ ഗൈഡായിട്ട് ഞാൻ പ്രവർത്തിച്ചു. മണാലി, കശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ നാട്ടിലുള്ള ആളുകളെ കൊണ്ടുപോയി അവരെ എന്താ പറയുക, സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കലും. അപ്പോൾ അതോടൊപ്പം എനിക്ക് സ്ഥലങ്ങൾ കാണുകയും ചെയ്യുക, സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ പോക്കറ്റ് മണി പോലെ എനിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പഠനം കാര്യങ്ങളും ഇപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ തൊട്ടിട്ട്, ബാച്ചിലേഴ്സ് സെക്കൻഡ് ഇയർ തൊട്ടിട്ട് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയതും ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ
സ്കോളർഷിപ്പ് 50% സ്കോളർഷിപ്പാണ് എനിക്കുള്ളത്, പാർഷ്യൽ സ്കോളർഷിപ്പ്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ചിലവുകളും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നതും എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയ സേവിങ്സിലാണ്. അതേപോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സേവിങ്സിലാണ് എൻ്റെ യാത്രകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ യാത്രകളോടുള്ള വല്ലാത്തൊരു ഇഷ്ടമാണ് പിന്നീട് എനിക്ക് ഈ ഒരു ഞാൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അന്വേഷിക്കായിരുന്നു ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കണ്ടു, ഒരുപാടൊന്നുമില്ല, കുറച്ച് യൂണിവേഴ്സിറ്റികൾ കണ്ടു. IITTM അതേപോലെ ജാമിയ, ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ എന്ന് മനസ്സിലാക്കി. അപ്പം IITTM നല്ല ഫീസാണ്. അപ്പോൾ ജാമ്യയിൽ ഞാൻ എന്ത് ചെയ്തു, ജാമ്യൻ്റെ എൻട്രൻസ് എഴുതി. ജാമ്യൻ്റെ എൻട്രൻസ് എഴുതിയപ്പോൾ അതിൽ ക്വാളിഫൈ ചെയ്ത സമയത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ജാമ്യയിൽ പഠനം കിട്ടി. ജാമ്യയിൽ പിന്നെ പ്രത്യേകിച്ച് പ്രൊഫസർ നിമിത് ചൗധരി എന്നൊക്കെ പറഞ്ഞ ലോകം അറിയപ്പെടുന്ന ഒരു ഫാക്കൾട്ടീൻ്റെ HODൻ്റെ അണ്ടറിലാണ് പഠിക്കാൻ അവസരം കിട്ടിയത്. അതേപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും ഫസ്റ്റിൽ നിൽക്കുന്ന ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് ജാമ്യയിലുള്ളത്, ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലുള്ളത്. അങ്ങനെയാണ് ടൂറിസത്തിലേക്ക് കൂടുതൽ കടന്നത്. പിന്നെ ടൂറിസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സമയം തന്നെ എനിക്ക് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ എവിടെയാണുള്ളത് എന്നുള്ള അന്വേഷണമായി. പിന്നീട് ഈ അന്വേഷണങ്ങളാണ് ഓരോ യൂണിവേഴ്സിറ്റികളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രോഗ്രാമുകളിലും നമ്മൾ എത്തിക്കുന്നത്. നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് ഒരു റീൽസോ ഫിലിമോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാഷന് എത്രത്തോളം നമുക്ക് അത് ബിൽഡപ്പ് ചെയ്യാൻ കഴിയും അതിനെക്കുറിച്ചുള്ള, ഇപ്പോൾ നമുക്ക് പഴയ ആളുകളെ പോലൊന്നുമല്ല, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ വേറെ ഒരു നാനോ ഫിസിക്സിൽ ഒരു കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ChatGPT എടുത്ത് അടിച്ചു നോക്കാം. ഇത് പഠിക്കാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്, ഏത് രാജ്യമാണ് സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഓക്കെ, അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ എന്റെ സൈഡിൽ നിന്ന്, അത് കഴിഞ്ഞിട്ട് കുറെ പേര് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ചാറ്റ് ബോക്സിലൊക്കെ ആൾറെഡി അസ്ലെ സാറിന്റെ യൂട്യൂബ് ചാനൽ ഒക്കെ വന്നിട്ടുണ്ട്, ലിങ്ക് ഒക്കെ വന്നിട്ടുണ്ട്. എനിവേ, ഒരു ചോദ്യം, ജാംബൂരിയിൽ പങ്കെടുത്തിരുന്നു. എങ്ങനെയാണ് ഒരു ജാംബൂരി എക്സ്പീരിയൻസ്? സ്കൗട്ടിങ്ങിലൊക്കെ എങ്ങനെയാണ് ഇത്രമാത്രം ഇൻവോൾവ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വന്നത്? അല്ലെങ്കിൽ അത് എത്രമാത്രം ഇത്തരത്തിലുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ അഡ്മിഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ള സംഗതി. ഇപ്പൊ നമ്മുടെ ഓഡിയൻസ് പലരും അവര് വെറും പഠനം ബുക്കിഷ് ആയിട്ടുള്ള കുട്ടികള്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, സ്കൂളിൽ മറ്റ് പ്രോഗ്രാംസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത കുറെ കുട്ടികളുണ്ടാവും. ഇപ്പൊ കുറച്ചുകൂടെ കോ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും? കുറച്ച് സോഷ്യലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിലും പ്രോഗ്രാംസിലും ഗെയിംസിലും ഒക്കെ ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്താണ് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്? ജാംബൂരിയുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ ഞാൻ വളരെ ത്രില്ഡ് ആണ്, നമ്മുടെ കുട്ടികളെല്ലാവരും. സോ ഞാൻ 5ാം ക്ലാസ് മുതലേ വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് സ്കൗട്ട് മൂവ്മെൻറ്റ് എന്ന വലിയൊരു ഓർഗനൈസേഷൻ അണ്ടറിലുള്ള ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ നാട്ടിൽ നമ്മുടെ സ്കൂളിലെ സ്കൗട്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ സ്കൗട്ടായിരുന്നു. അപ്പം സ്കൗട്ടിങ് സാധാരണ ആളുകൾ ചെയ്യുന്നത് 10ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് പല സ്കൂളിലുള്ള ആളുകളും പല ടീച്ചേഴ്സും സ്കൗട്ടിനെ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് സ്കൗട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ തന്നെ യൂത്ത് അഫയേഴ്സിൻ്റെ അണ്ടറിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് സ്കൗട്ട് മൂവ്മെൻറ്റ്. അപ്പം അത്രത്തോളം നെറ്റ്വർക്കുള്ള, ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു യൂത്ത് മൂവ്മെൻ്റ് ആണ് സ്കൗട്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. നമുക്ക് ജില്ലാ ലെവൽ ക്യാമ്പുകൾ തൊട്ടിട്ട് സ്റ്റേറ്റ് ക്യാമ്പിന് ക്യാമ്പൂരി എന്നാണ് പറയുക, 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന നാഷണൽ ജാംബൂരികൾ. അപ്പം രാജ്യത്തുള്ള ഏറ്റവും മികച്ച സ്കൗട്ടുകളൊക്കെ ഒത്തുചേരുന്ന ഒരു പരിപാടിയാവും നാഷണൽ ജാംബൂരി. അതിൻ്റെ മുകളിലോട്ടുള്ളതാണ് വേൾഡ് സ്കൗട്ട് ജാംബൂരി. അപ്പം ലോകത്തുള്ള എല്ലാ സ്കൗട്ടുകളെയും നമുക്ക് ഒരുമിച്ച് ഒരു കൊടക്കയിൽ കൊണ്ടുവെക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഓരോ രാജ്യത്തു നിന്നും സെലക്ട് ചെയ്യുന്ന ആളുകളെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് 4 വർഷം കൂടുമ്പോൾ ഒരു രാജ്യത്ത് വെച്ചിട്ട് ഒരു ക്യാമ്പ് നടത്തും. അത് 2019 US അമേരിക്കയിലെ വെസ്റ്റ് വെർജീനിയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ 2023 സൗത്ത് കൊറിയയിലെ സോളിൽ വെച്ച് നടന്ന വേൾഡ് സ്കൗട്ട് ജാംബൂരിയിൽ, ഈ 2 വേൾഡ് സ്കൗട്ട് ജാംബൂരിയിൽ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു. അതിൽ ആദ്യത്തെ വേൾഡ് സ്കൗട്ട് ജാംബൂരി ഞാനൊരു പാർട്ടിസിപ്പൻ്റ് ആയിട്ടാണ് പങ്കെടുത്തത്.
പാർട്ടിസിപ്പൻ്റ് ആയിട്ടും IST ആയിട്ടും നമുക്ക് പങ്കെടുക്കാം. അപ്പോൾ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് പങ്കെടുത്തപ്പോൾ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ രാജ്യത്തു നിന്നുള്ള ആളുകളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്ക് നമുക്ക് കിട്ടും. അതേപോലെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് ക്യാമ്പിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ, ഇപ്പോൾ UN ഒരുപാട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് SDG പ്രോഗ്രാം എന്ന് പറയും, അതേപോലെ യൂണിസെഫ്, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സെഷൻ ഉണ്ടാവും. അതിന് പുറമെ ആക്ടിവിറ്റീസുകളായിട്ടുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള സിപ്പ് ലൈൻ ഒക്കെ കണ്ടിട്ടില്ലേ, സിപ്പ് ലൈന്, അതേപോലെ ഇത്തരം ആക്ടിവിറ്റീസ് അതിൻ്റെ ഏറ്റവും അടിപൊളി വേർഷനിൽ കനോപ്പി ടൂറ്, ഇത്തരത്തിലുള്ള നമുക്ക് ഒരു റിക്രിയേഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് ഉള്ള ഒരു ടൈം അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു 12 ദിവസത്തെ ക്യാമ്പ്, 11-12 ദിവസത്തെ ക്യാമ്പ്, നമ്മളത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ ഒരു വേറൊരു മനുഷ്യനായിട്ടാണ് ശരിക്കും തിരിച്ചു വരില്ല. കാരണം നമ്മളെ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത ഒരുപാട് എക്സ്പോഷറുകൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്യാമ്പിൽ നിന്ന് ലേൺ ചെയ്യാൻ പറ്റും. 2023 സൗത്ത് കൊറിയയിൽ വെച്ചിട്ടുള്ള നടന്ന പ്രോഗ്രാമിൽ ഒരു IST ഇൻ്റർനാഷണൽ സർവീസ് ടീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അതായത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു കാറ്റഗറിയിലാണ് പോകാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. ഒരു ഗസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു എൻ്റെ ജോബ് ഉണ്ടായിരുന്നത്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത, സ്പെഷ്യൽ ഗസ്റ്റ് സർവീസ് എന്ന് പറയുമ്പോൾ ഈ ക്യാമ്പ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഓൾറെഡി 190 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഈ ഒരു ക്യാമ്പിലുണ്ടാവും. അപ്പം ഈ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളുടെയും ഹയർ ഒഫീഷ്യൽസ്, അതായത് പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡൻസ്, അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്റേഴ്സ്, ഇവരൊക്കെ ഈ ക്യാമ്പ് വിസിറ്റ് ചെയ്യാൻ 1-2 ദിവസത്തിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ അവരെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യുക, അവരെങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാം ചുറ്റി കാണിച്ചു കൊടുക്കുക എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലായിരുന്നു എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി, ഗസ്റ്റ് സർവീസ് ടീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും അവരായിട്ട് സംസാരിക്കാനും സംവദിക്കാനുള്ള ഒരു അവസരമൊക്കെ ഈ അവസാനം കഴിഞ്ഞ ക്യാമ്പിലും കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു അനുഭവമാണ്. അപ്പം സ്കൗട്ട്സിലൊക്കെ ഉള്ള കുട്ടികൾ ഇതിലുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് മാക്സിമം സ്കൗട്ടിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാക്കുക. ഇപ്പം സ്കൗട്ടിൻ്റെ വെബ്സൈറ്റുകളുണ്ട്, ഒരുപാട് ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ഇപ്പം തായ്വാനിൽ വെച്ച് നടക്കുന്ന അടുത്ത മാസം നടക്കുന്ന ഒരു ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ഫോറം ഉണ്ട്, ഏഷ്യ പസഫിക് റീജിയൻ്റെ. അപ്പോൾ അതിന് പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയും കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അടുത്ത പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു അവസരങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഒരു പ്രോഗ്രാം ഒരു യുഗത്തിൽ ഒരിക്കൽ നടക്കുന്ന പ്രോഗ്രാമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ആ ഒരു ബേസിസിൽ തന്നെ ഞാൻ ഇപ്പോൾ വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസ് ഉണ്ട്, അസർബൈജാനിൽ വെച്ച് നടക്കുന്ന വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസിൽ അടുത്ത മാസം പങ്കെടുക്കാനുള്ള ഒരു അവസരം, യൂണിവേഴ്സിറ്റീൻ്റെ ഡെലിഗേറ്റ് ആയിട്ട് പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു COP29 എന്നുള്ള പ്രോഗ്രാമിൻ്റെ താഴെയായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കലുണ്ട്. എൽകോയ് ആർകോയ് എന്ന് പറഞ്ഞിട്ട് യൂത്തിന് വേണ്ടിയിട്ടുള്ള കോൺഫറൻസ് ഓഫ് യൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ലോക്കൽ കോൺഫറൻസ് ഓഫ് യൂത്ത്, റീജിയണൽ കോൺഫറൻസ് ഓഫ് യൂത്ത്, മിനിറ്റ്, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. ഒരു കോൾ വന്നു, സോറി കേട്ടോ. അപ്പം ഈ ഒരു ലോക്കൽ കോൺഫറൻസ് ഓഫ് യൂത്ത് എന്ന് പറഞ്ഞ പ്രോഗ്രാമുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഓരോ ലൊക്കാലിറ്റി ബേസിസിൽ നടക്കലുണ്ട്. അപ്പം ഇങ്ങനത്തെ പ്രോഗ്രാമുകളിലൊക്കെ അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എൽകോയിൽ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർകോയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ആർകോയി ഇപ്പം നടക്കുന്നത് ശ്രീലങ്കയിൽ വെച്ചിട്ടാണ്, നമ്മുടെ ഏഷ്യ റീജിയൻ്റെ ആർകോയി നടക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ആർകോയിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്ന കോപ്പിൽ, ക്ലൈമറ്റ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടി. ഈ കോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ എല്ലാ രാജ്യങ്ങളിലുള്ള എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകളും മിനിസ്റ്റേഴ്സും വന്ന് എന്തൊക്കെയാണ് ഇനി നമ്മുടെ ലോകം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, അതെങ്ങനെ സൊല്യൂഷൻ അതിന് കണ്ടെത്തും, അതിന് കുറേ നെഗോസിയേഷൻസ് നടത്തും, അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും, ആ തീരുമാനങ്ങളൊക്കെ പിന്നെ നടപ്പിലാക്കും. ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഹൈ ലെവൽ സ്ട്രക്ചറൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളും തന്നെ ഒരുപാട് കൺസേൺ ആവും പരിസ്ഥിതിനെ കുറിച്ചിട്ടും മറ്റുള്ള പ്ലാനറ്ററി ക്രൈസിസിനെ കുറിച്ചിട്ടൊക്കെ.
ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ചാറ്റ് ബോക്സിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചു തുടങ്ങാം. ഞാൻ എല്ലാവർക്കും ഓക്കെ. ചാറ്റ് പെർമിഷൻ ഇപ്പോൾ ഓൺ ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചാറ്റിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമുക്ക് മൈക്ക് പെർമിഷൻ ഓൺ ആക്കാം. അപ്പോ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാം. വി ഹാവ് ലിമിറ്റഡ് ടൈം, നമുക്ക് സമയം വളരെ കുറവാണ്. സോ ഒരു ചോദ്യം, യൂണിവേഴ്സിറ്റിയിലെ സ്പോർട്സ് ഫെസിലിറ്റീസിനെ പറ്റി പറയുമെന്നുള്ളതാണ്. ക്വിക്കായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ഓടിച്ചു പോവാം. യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പം സ്റ്റുഡൻസ് ലോഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ടേബിൾ ടെന്നീസും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഏകദേശം 300 ഹെക്ടർ സ്പേസ് ആണുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും കളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള അവസരമുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മൾ യൂണിവേഴ്സിറ്റി ഒരു എൽ റോഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് വൈൽഡ് ലൈഫ്സിനൊക്കെ സ്പോട്ട് ചെയ്യലുണ്ട് പല ആളുകളും. ഇപ്പോൾ ക്യാമറ ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസാണ്. നിങ്ങൾക്ക് UPs എന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും. ഞാനും തന്നെ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത് തന്നെ ഒന്ന് പബ്ലിഷ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിന് പുറമെ ഈ ഒരു നമ്മൾ കുട്ടികളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്, സ്യൂഡാഡ് കൊളോൺ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ്. യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് ആയിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല. പക്ഷേ യൂണിവേഴ്സിറ്റി തരുന്ന ഹൗസിംഗ് അക്കോമഡേഷൻ അധികം ഈ അപ്പ് ഹില്ലിൻ്റെ അവിടുന്ന് ഒരു 7 കിലോമീറ്റേഴ്സ് ഡൗൺ ആയിട്ട് ഒരു സെൻറ്റർ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, സ്യൂഡാഡ് കൊളോൺ. അപ്പോൾ ഈ സ്യൂഡാഡ് കൊളോണിൽ ഒരുപാട് ടർഫുകളും പിന്നെ അതേപോലെ വോളിബോൾ കോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ ആഴ്ചകളിലും ഇപ്പം വ്യാഴാഴ്ചകളിൽ നമ്മൾ ഫുട്ബോൾ ഓർഗനൈസ് ചെയ്യും. തിങ്കളാഴ്ചകളിൽ നമ്മൾ വോളിബോൾ ഓർഗനൈസ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ഓരോ സെപ്പറേറ്റ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സൈനപ്പ് ചെയ്യാം, എന്നിട്ട് അവിടെ പോയി കളിക്കുക. അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ബാംബു ഹട്ട് എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ട്. അവിടെ യോഗ, പിലാറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് അധികം ഈ സ്ട്രെങ്ത് ട്രെയിനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരു ഇൻസ്ട്രക്ടർ ആയിട്ടുണ്ടാവും. എന്നിട്ട് അങ്ങനത്തെ രീതിയിലുള്ള റിക്രിയേഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ യൂണിവേഴ്സിറ്റി സ്പേസിൽ നടക്കലുണ്ട്. അത്ര നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു സ്പേസ് ആണ് യൂണിവേഴ്സിറ്റി. ഓക്കെ, SOPനെ കുറിച്ചിട്ട് ഒരാള് ഫൈസാൻ T ചോദിക്കുന്നുണ്ട്. ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയാം. നമ്മുടെ സ്റ്റുഡൻസ് മോസ്റ്റ്ലി സ്കൂൾ സ്റ്റുഡൻസ് ആണ്, എന്നാലും അവര് കുറച്ചു പേരെങ്കിലും SOPയെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതെ. ഏതെങ്കിലും റെഫറൻസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ SOP എന്താണെന്നുള്ള ഒരു ബ്രീഫായിട്ട് പറഞ്ഞാൽ മതിയാവും. SOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഴ്സ്, ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് ആൻഡ് പീസ് എന്ന് പറഞ്ഞ കോഴ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പാസ്റ്റ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുണ്ട്, അതേപോലെ ഞാൻ ഈ കോഴ്സിന് താല്പര്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്. അപ്പം എനിക്കിപ്പോൾ ഒരു ഫിസിക്സ് റിലേറ്റഡോ അല്ലെങ്കിൽ കെമിസ്ട്രി റിലേറ്റഡോ കോഴ്സ് അപ്ലൈ ചെയ്യാൻ ഞാൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് കാണിക്കണം. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലും NSSലും മറ്റുള്ള NGOസിലൊക്കെ ഞാൻ വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും തന്നെയാണ് ഞാൻ അതായത് എൻ്റെ കുട്ടിക്കാലത്ത് 5ാം ക്ലാസ് മുതൽ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് വരെ ഞാൻ ചെയ്ത വർക്കുകളും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു SOPയിൽ ഞാൻ മെൻഷൻ ചെയ്യേണ്ടത്. അത് എത്രത്തോളം ഈ കോഴ്സിനായിട്ട് അലൈൻ ചെയ്യും എന്നുള്ളതാണ് അവർ കൺസിഡർ ചെയ്യില്ല. അതിനനുസരിച്ച് നമുക്ക് അഡ്മിഷനും കാര്യങ്ങളും അവർ തരില്ല. നമ്മൾ പങ്കെടുക്കുന്ന ഓരോ പ്രോഗ്രാമുകളും നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും, ഇപ്പം സ്കൗട്ടിന് ഫോർ എക്സാമ്പിൾ ഞാൻ കോസ്റ്റൽ ഏരിയ ട്രക്കിംഗ് നടത്തിയിരുന്നു. പിന്നെ അതേപോലെ ഒരുപാട് ക്ലീനപ്പ് ഡ്രൈവുകൾ, പിന്നെ അതേപോലെ പ്ലാന്റേഷൻ ഡ്രൈവുകൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ഈ ഒരു കോഴ്സിനെ നല്ല രീതിയിൽ ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ്. ഒരു ചോദ്യം ഇബിൻ ജിനു ചോദിച്ചില്ല, ടു ബിക്കം ജഡ്ജ് ക്യാൻ വി ടേക്ക് ഡിഗ്രി ഓഫ് ഇന്റർനാഷണൽ ലോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്തൊരു സക്സസ് സ്റ്റോറി സെഷൻ, ഒരു അഡ്വക്കേറ്റുമായിട്ടുള്ള ഒരു സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സെഷനിൽ കുറച്ചുകൂടി റെലവെന്റ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻ. ആൻഡ് മറ്റൊന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതും നമുക്ക് ഒരു എയറോസ്പേസ് എഞ്ചിനീയറെ തന്നെ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ഫീൽഡുകളാണ് താല്പര്യം എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഗസ്റ്റുകളൊക്കെ നമുക്ക് കൊണ്ടുവരാം. ആൻഡ് വിച്ച് ഈസ് യുവർ യൂട്യൂബ് ചാനൽ നെയിം ചോദിക്കുന്നുണ്ട്. അസ്ലർ സർ പ്ലീസ് കമന്റ്, ഏതാണ് യൂട്യൂബ് ചാനൽ പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ടിൽ സെർച്ച് ചെയ്തെടുത്തോളൂ. അല്ല, അതിൽ കൂടുതൽ വീഡിയോസ് ഒന്നുമില്ല. ഞാൻ അത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഹിന്ദു കോളേജിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാക്കാം. ട്രാവൽ വിത്ത് അസ്ലു എന്നാണ് ആ ഒരു യൂട്യൂബ് ചാനലിന്റെ പേര്. ഓക്കെ, കൂടുതൽ വീഡിയോസ് ഒന്നും ഇല്ല എന്തായാലും. ഹസൻ ഹാഷിർ അഹമ്മദ് പറയുന്നുണ്ട്, ഐ ആം ഫ്രം ഖത്തർ സ്കൗട്ട്സ് എന്നുള്ള കുട്ടികളൊക്കെ നമ്മുടെ സെഷനിലുണ്ട്. ആൻഡ് സമ്മിറ്റിനൊക്കെ പോകാൻ ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ടോ എന്നുള്ളതാണ് ബാസിൽ ചോദിക്കുന്നത്.
ഓരോ പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവല്. ഇപ്പോൾ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചറിന് തീർച്ചയായിട്ടും നമുക്ക് അവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നിരുന്നെങ്കിലും ട്രാവൽ എക്സ്പെൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ, കോപ്പ്, ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് NGOസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ COP29 ഫുള്ളി ട്രാവൽ സപ്പോർട്ടായിട്ടാണ് ഞാൻ അസർബൈജാനിൽ പോകുന്നത്, സാനോസിയാണ്, ഐ മീൻ കോസ്റ്ററിക്കയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രാവൽ വേവേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക, സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഫാത്മ അസ്വ ചോദിക്കുന്നത് വിച്ച് കോഴ്സ് ടു ടേക്ക് ടു ബി ആൻ IAS ഓഫീസർ. IAS ഓഫീസർ ആവാൻ അൾട്ടിമേറ്റ്ലി സിവിൽ സർവീസ് എഴുതുന്ന ഏതെങ്കിലും ഗ്രാജുവേഷൻ മതി. നമ്മൾ സിവിൽ സെർവന്റുമായിട്ട് കഴിഞ്ഞ 2 സെഷൻസ് നമ്മൾ ആൾറെഡി നടത്തിയിരുന്നു. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറെ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ദ ഫീ ഫോർ യൂണിവേഴ്സിറ്റി ഫോർ പീസ്, എങ്ങനെയാണ് കോഴ്സ് ഫീ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഫഹ്മി ഹംദാൻ. ഓക്കെ, അപ്പം യൂണിവേഴ്സിറ്റി ഫോർ പീസിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ മെൻഷൻ ചെയ്യാം, www.upis.org എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ കോഴ്സുകൾക്കും ഓരോ ഫീ സ്ട്രക്ചറാണ്. അപ്പം അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, എന്താണ് യു പിസിലെ കോഴ്സുകൾ ഏതൊക്കെയാണ്, ഫീ സ്ട്രക്ചർ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും. പിന്നെ ജനറൽ ആയിട്ട് പറയാനുള്ളത്, യൂണിവേഴ്സിറ്റി ഫോർ പീസ് 3 കാറ്റഗറിയിലാണ് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നത്. ഒന്ന് 30% സ്കോളർഷിപ്പ്. അത് നമ്മൾ വരുന്ന ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ബേസ്ഡ് ആയിട്ടാണ് കൊടുക്കൽ. അതായത് ഈ യൂണിവേഴ്സിറ്റി ഫോർ പീസ് UN അവതരിപ്പിച്ച സമയത്ത് 1980 133 രാജ്യങ്ങൾ, മെമ്പർ സ്റ്റേറ്റുകൾ ഇതിൻ്റെ ഡോക്യുമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആ 133 സിഗ്നേറ്ററി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 30% ഡീഫോൾട്ട് ആയിട്ടുള്ള സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും മെറിറ്റും അടിസ്ഥാനത്തിലാണ് 50% സ്കോളർഷിപ്പ് നമുക്ക് കിട്ടുക. എനിക്ക് കിട്ടിയിട്ടുള്ളത് 50% ആണ്. ആദ്യം എനിക്ക് 30% കിട്ടി, പിന്നെ ഞാനത് റിക്വസ്റ്റ് കൊടുത്തു, അതിനുശേഷമാണ് 50% സ്കോളർഷിപ്പ് കിട്ടിയത്. പിന്നെ അതേപോലെ 70% ഓഫ് സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് UN നേരിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, അതേപോലെ നമ്മുടെ ഓരോ രാജ്യത്തും ഉള്ള ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൻഡർ. ഇപ്പോൾ നിങ്ങളൊരു ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൻഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 70% വരെ സ്കോളർഷിപ്പുകൾ കിട്ടും. ഇൻ വിച്ച് ടൈം ക്ലാസ് സ്റ്റാർട്ടഡ്, സോറി, എവിടെ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ജാംപൂരി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നോ? ഞാൻ ശരിക്ക് +1 പഠിക്കുന്ന സമയത്താണ് ക്യാമ്പയിൻ അപ്ലൈ ചെയ്തത്. പിന്നെ +2 എന്ന സമയത്തും അതിൻ്റെ പ്രൊസീജിയർ നടക്കുകയായിരുന്നു. +2 കഴിഞ്ഞ ഉടനെ ഹിന്ദു കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഹിന്ദു കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ആ സമയത്താണ് ഞാൻ പോയിട്ടുള്ളത്. അന്ന് എനിക്ക് 17 വയസ്സായിരുന്നു. അപ്പോൾ 18 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ക്യാമ്പിൽ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് പങ്കെടുക്കാൻ പറ്റുള്ളൂ. എല്ലാ എക്സ്പോഷറും എല്ലാ പ്രോഗ്രാമുകളിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ 2023 ഞാൻ IST ആയിട്ടാണ് പോയത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കാലഘട്ടത്തിലാണ് അതിനുള്ളൊരു അവസരം ഉണ്ടാവല്. ഓക്കെ, ഹൗ ഡു യു ജോയിൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്ന് ചോദിക്കുന്നത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഒക്കെ ആക്ച്വലി നമ്മുടെ സ്കൂളുകളിൽ, കേരളത്തിലെ കുറെ സ്കൂളുകളിൽ യൂണിറ്റ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും ഉണ്ട്. ഇപ്പോൾ CBSE സ്കൂളുകളിലും അധികം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൗട്ട്സ്. ഓക്കെ, ദേവദർശ് ചോദിക്കുന്നത് ഇൻ യുവർ സ്കൂൾ ഇഫ് ഇറ്റ് സപ്പോർട്ട് ഇറ്റ് ഇൻ അബൌട്ട് 5th grade they will ask everyone why they wanna be a scout. In my case there were 6 or 7 students from each class maximum. ഓക്കെ, അപ്പൊ അവരൊക്കെ കുറെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നമ്മുടെ സെഷനിൽ ഉണ്ട് എന്നുള്ളതാണ് കുറെ പേര് പറയുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ സ്കൂൾ കോളേജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവന്റ്സ് ഡിസ്ക്രിപ്ഷൻ മതിയോ, ഓർ അതിന്റെ സർട്ടിഫിക്കറ്റ് ഓർ എനി പ്രൂഫ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫോട്ടോസോ ഒക്കെ മതിയോ, അതല്ല അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണ്ടി വരുമോ? സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എങ്ങനെയാണ്, നമ്മുടെ ഈവെന്റ്സിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉപകാരപ്പെടാറുണ്ടോ? സർട്ടിഫിക്കറ്റിൽ പല ഇവന്റുകളും, ഇപ്പോൾ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇത്തരം വേൾഡ് സ്കൗട്ട് ജാമ്പരി ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഇവന്റുകളൊന്നും സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. നമ്മൾ മെയിനായിട്ട് ഇപ്പം പല പ്രോഗ്രാമുകളിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കില്ല. ഇപ്പോൾ UPSന്റെ കേസിൽ നമ്മൾ SOP എഴുതലാണ്. ആ SOP എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ അവർ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മളത് കൊടുത്താൽ മതി. അല്ലാതെ ഇപ്പം കോപ്പ് ആയിക്കോട്ടെ, മറ്റുള്ള പരിപാടികളൊക്കെ ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ ഇപ്പം ലിങ്ക്ഡിന് അറ്റാച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക്, ഇത്തരം സോഷ്യൽ മീഡിയകൾ, ഇപ്പോൾ കൂടുതൽ ലിങ്ക്ഡിനാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും. അപ്പം ലിങ്ക്ഡിന് നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക്ഡിനെ കുറിച്ച് മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രൊജക്റ്റുകളാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ വർക്കുകളാണെന്നുണ്ടെങ്കിലും ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ചെയ്യും നമ്മളെ. എല്ലാ ഓക്കെ, പ്രോഗ്രാമും പ്രൊവൈഡ് ചെയ്യൂല.
അപ്പോ ലിങ്ക്ഡിൻ എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഭാവിയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ തന്നെ ലിങ്ക്ഡിൻ ഒക്കെ ഭാവിയിൽ അവർക്ക് യൂസ്ഫുൾ ആകും. എനിവേ ഞാൻ ഒരു 5 പേർക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് തരാം. ഇഫ് എനിവൺ ആർ ഇൻട്രസ്റ്റ് ടു ആസ്ക് എനിത്തിങ്, യു ക്യാൻ റൈസ് യുവർ ഹാൻഡ്സ്. നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. എല്ലാവർക്കും കൂടി ചാൻസ് തന്നാൽ മേ ബി നമ്മുടെ സെഷൻ സ്മൂത്ത് ആയി പോകുന്നില്ല. ആൾസോ വി ഹാവ് ലിമിറ്റഡ് ടൈം. കുറച്ച് പേരൊക്കെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആൾറെഡി നമ്മുടെ ക്ലാസ്സിലുണ്ട്. അവർക്ക് 8:30 ക്ലാസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എനിവേ ഫഹ്മി ഹംദാൻ ഈസ് റൈസിംഗ് ഹാൻഡ്. എന്റെ പേര് ഫഹ്മി ഹംദാനാണ്. ഞാൻ മേലാറ്റൂർ സ്വദേശിയാണ്. മലപ്പുറം പെരിന്തൽമണ്ണ റേഞ്ചിൽ വരും. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഗ്രാജുവേറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമുക്കൊരു സിവിൽ സർവീസ് അല്ലെങ്കിൽ ഒരു UPSC എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു എഞ്ചിനീയർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം UPSCക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങളുടെ ഒപ്പീനിയനിൽ? ഓക്കെ, അപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്യാൻ കാരണം DUലെ സിലബസ് ഈ ഒരു നമ്മുടെ UPSCക്ക് വരുന്ന സിലബസ് ഇപ്പം നാട്ടിലുള്ള നമ്മൾ ഇപ്പം നാട്ടിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഡീപ്പായിട്ടാണ് നമ്മുടെ DUലുള്ള സിലബസ് ഉള്ളത്. ഹോണേഴ്സ് ഡിഗ്രിയാണ് DU പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ സിലബസും UPSCൻ്റെ സിലബസും കുറേ രീതിയിൽ മാച്ച് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡൽഹി പഠിക്കുന്ന സമയത്ത് ഒരുപാട് അവിടെയുള്ള കോച്ചിങ് സെൻറ്ററുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനുള്ള അത് നല്ല ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ കാരണമാണ് ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. നിങ്ങൾക്കൊരു UPSC ആസ്പിരൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് നേടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡൽഹിയിൽ പോകണം നിർബന്ധമൊന്നുമില്ല. എവിടുന്ന് വേണമെങ്കിലും ആക്കാം. പിന്നെ ഇപ്പം നമ്മുടെ ഒരു കേസ് ഇപ്പം നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾ അതിപ്പം ഏത് ഫീൽഡിലായിക്കോട്ടെ അത് ഏറ്റവും മികച്ചതാവാന്നുള്ളതാണ്. അത് ഏറ്റവും മികച്ചതാകുമ്പോൾ നമുക്ക് അത്രയും നല്ല ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും നമുക്ക് കിട്ടും. അത് പിന്നീട് നമുക്ക് ഒരു മാസ്റ്റർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ PhD സ്റ്റഡീസിനോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ DUലൊക്കെ പഠിച്ച് സ്റ്റാൻഫോർഡ്, ഹർവാർഡ് പോലുള്ള യൂണിവേഴ്സിറ്റികൾ, ടോപ്പ് 10 യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നാട്ടിലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നതിനേക്കാളും ഒരുപാട് എളുപ്പമാവും. നമ്മുടെ ആ ഒരു ഒരുപാട് എളുപ്പമാവും. അതേപോലെ ഈ IAS എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് എടുക്കണോ അതിന് മുന്നേ എടുക്കണോ അതൊക്കെ നമ്മുടെ ഒരുപാട് പേഴ്സണൽ ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി വേണ്ട ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ട് തന്നെ നോക്കുന്ന ആളുകളുണ്ട്. അതല്ല നിങ്ങൾക്ക് കുറച്ച് വർക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ നമ്മളൊരു +2 ഒക്കെ കഴിഞ്ഞ് അതേപോലെ ഒരു കോഴ്സ് ബാച്ചിലേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുകൾ ഇപ്പം തന്നെ മൈൻഡിൽ നടത്താന്നുള്ളതാണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. എന്റെ പേര് ഷാജിൻ അഹമ്മദ്. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് ടൗണിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് വരും. അപ്പൊ എനിക്കുള്ള ക്വസ്റ്റ്യൻ മറ്റേ യൂണിവേഴ്സിറ്റിയിൽ മറ്റേ എയറോനോട്ടിക്കൽ സാധനത്തിനൊക്കെ ഉള്ള സ്കോപ്പ് ഒക്കെ ഉണ്ടോ? നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മെയിനായിട്ട് പീസ് എഡ്യൂക്കേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. എയറോനോട്ടിക്സ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ UPSCൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. എയറോനോട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇല്ല. സർ, താങ്ക് യു. ഹായ് സാർ. സാർ ഞാൻ ഖത്തറിൽ നിന്നാണ്. സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ UPSCയിൽ കൂടുതലും ഹ്യൂമൻ റൈറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ബാച്ചിലർ പ്രോഗ്രാംസ് അവർ കൊടുക്കുന്നുണ്ടോ? ഇല്ല, ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഇല്ല. ഇത് മാസ്റ്റേഴ്സും PhD പ്രോഗ്രാമും പിന്നെ അതേപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് UPSC പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ സാർ, താങ്ക്സ്. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. UPSCയിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകളെ കുറിച്ചുണ്ടല്ലോ, അപ്പൊ അത് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. ജസ്റ്റ് ഞാൻ UPSCന്റെ സൈറ്റ് നോക്കിയപ്പോൾ അപ്പൊ അത് നമ്മൾ ഓൺലൈനായിട്ടാണ് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UPSCന്റെ ഇപ്പോൾ ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ, അതേപോലെ UN-ന്റെ ഏജൻസികളിലെ NGOs-ലൊക്കെ വർക്കുന്ന ആളുകൾക്ക് നേരിട്ട് ഇവിടെ വന്നിട്ട് പഠിക്കാൻ വേണ്ടി കഴിയൂല. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കോഴ്സുകൾ ഓൺലൈനായിട്ട് ചെയ്യും. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ UPSCന്റെ നമുക്കൊരു പോർട്ടൽ ഉണ്ട്, ക്ലാസ് റൂം പോർട്ടൽ ഉണ്ട്. അപ്പോൾ അതിൽ വീഡിയോസുകൾ നമുക്ക് കാണാൻ കഴിയും.
ആ വീഡിയോസുകളിലുള്ള താഴെ ഓരോ ഫോറം ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫോറത്തിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം, നമ്മുടെ ഡൗട്ടുകളും നമ്മുടെ കൺസേണുകളും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് അതിനുള്ള റിപ്ലൈകൾ അവർ തരും. അങ്ങനത്തെ ഒരു ഇവാലുവേഷൻ പ്രൊസീജിയറാണ്. അപ്പം UPSCൻ്റെ ഒരു നേരിട്ടുള്ള ക്ലാസ്സുകളിലാണെങ്കിൽ പോലും നമുക്ക് എക്സാമുകളോ മാർക്കുകളോ എക്സാം ചെയ്തിട്ടുള്ള മാർക്കുകളല്ല ഉള്ളത്. നമ്മളെ മാർക്ക് അവർ ഇവാലുവേറ്റ് ചെയ്യൽ നമ്മളെ ഗ്രൂപ്പ് പ്രസൻറ്റേഷന്, പിന്നെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, എത്ര നല്ല ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതേപോലെ പിന്നെ ഇപ്പം അടുത്ത സെമസ്റ്ററിലൊക്കെ നമുക്ക് അടുത്ത കോഴ്സിലൊക്കെ എനിക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഫോട്ടോസ്, നമ്മളൊരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഫീൽഡ് വിസിറ്റുകളുണ്ട്. 2 അഗ്രികൾച്ചറൽ ഫീൽഡിൽ നമ്മൾ പോയിട്ട് വിസിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ പോയിട്ട് 2-3 ഫോട്ടോസ് എടുക്കുക. ആ ഫോട്ടോസ് ഈ കോഴ്സുമായി റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഒരു എസ്സേ രൂപത്തിൽ എഴുതുക. അപ്പം ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഇവാലുവേഷനാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള കോളേജുകളൊന്നും പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് അതിന് നമ്മൾ ഉത്തരം എഴുതിയിട്ട് ആ രീതിയിലല്ല വരുന്നത്. പിന്നെ കോഴ്സും തന്നെ നമുക്ക് ഓപ്ഷൻസുകളാണ്. ഇപ്പം അടുത്ത കോഴ്സിൽ ഇപ്പോൾ എനിക്ക് വരുന്നത് വാട്ടർ സെക്യൂരിറ്റി ആൻഡ് പീസ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള നമ്മുടെ വാട്ടർ സ്കാർസിറ്റിയും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അത് വരുന്നത്. അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അപ്പോൾ നമുക്ക് ഈ 2 കോഴ്സിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റീൻ്റെ സിലബസുകളും വരുന്നത് ആ രീതിയിലാണ്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അപ്പം ഈ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള ജാമ്യയിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കോഴ്സുകളുടെ ഇടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. ഇപ്പോൾ നമുക്ക് ഹിസ്റ്ററി, US-ൻ്റെ ഹിസ്റ്ററി പഠിക്കണോ അതോ യൂറോപ്പിൻ്റെ ഹിസ്റ്ററി പഠിക്കണോ, അപ്പം അതിനനുസരിച്ചുള്ള ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നാ പറയുക, CBCS. അപ്പം ഇതാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ വേറൊരു പ്രത്യേകത. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. അപ്പോ ഞാൻ കമന്റ് ബോക്സിൽ നമ്മുടെ എക്സാം ലേണിംഗിന്റെ യൂട്യൂബ് ചാനലിൽ ലിങ്കും അതുപോലെ തന്നെ സക്സസ് സ്റ്റോറീസ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഡിഫറെന്റ് എപ്പിസോഡ്സ് നമ്മൾ വരുന്നതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സക്സസ് സ്റ്റോറീസ് കമ്മ്യൂണിറ്റിയിൽ കുറെ പേര് ഇതുപോലത്തെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസിനോട് നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ ഈ ഒരു നെറ്റ്വർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നുന്നു കുറെ അധികം ആളുകൾ ഇപ്പോഴും നമ്മുടെ സെഷൻ ലൈവായിട്ട് കാണുന്നുണ്ട്. യെസ് അല്ലേ? അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രസൻറ്റേഷന് നിങ്ങൾ ആ ഒരു വാട്സപ്പിൽ ആ UPSCൻ്റെ പ്രസൻറ്റേഷന് ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയും എൻ്റെ നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇനി പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ, കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട്. ഞാൻ ആ ഒരു സ്ക്രീൻ ഒന്നുകൂടെ ഒന്ന് പ്രസന്റ് ചെയ്യാം. അതിൽ എനിക്ക് തോന്നുന്നു അസ്ലഹിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടെ അവൈലബിൾ ആണ്. ആവശ്യമുള്ള ആളുകൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോഴും ലൈവ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു സെൽഫി എടുത്തിട്ട് പിരിയാൻ തോന്നുന്നു. എല്ലാവരും ഒന്നൊരു വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ആക്കിയിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അസ്ല സാറുമായിട്ട് നമുക്കൊരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ 8:30 അവർക്ക് ഏതൊക്കെയോ ക്ലാസ്സുകൾ ഉള്ളവർക്കൊക്കെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പോവാം. കുറെ പേരൊക്കെ നമ്മുടെ വീഡിയോ ഓൺ ആക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ ആരെങ്കിലും വീഡിയോ ഓൺ ആക്കാൻ ഇനിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓൺ ആക്കാം. യെസ്, ഐ ക്യാൻ സീ മെനി സ്ക്രീൻസ്. ദാറ്റ്സ് ഗ്രേറ്റ്. പെട്ടെന്ന് എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കിയിരിക്കാം. വി വിൽ ക്യാപ്ചർ എ സ്ക്രീൻഷോട്ട്. ആക്ച്വലി 74 പീപ്പിൾ ഇപ്പോഴും നമ്മുടെ സെഷൻ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അറൌണ്ട് 250 സ്റ്റുഡൻസ് നമ്മുടെ സെഷനിൽ അറ്റൻഡ് ചെയ്തിരുന്നു. ആൾമോസ്റ്റ് നമ്മുടെ ഒരു സ്ക്രീന് ഫിൽ ആവാൻ പോവാണ്. പെട്ടെന്ന് എല്ലാവരും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ആക്കുക. വി വിൽ ക്യാപ്ചർ എ സ്ക്രീൻഷോട്ട്. സോ ഇത്തരത്തിലുള്ള സെഷൻസ് ആക്ച്വലി നമ്മൾ ഡിഫറെന്റ് കരിയർ എക്സ്പേർട്സ് ആയിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ നിങ്ങളുടെ ലൈഫിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മൊമെന്റ്സ് ആണ്. ഇത്തരത്തിലുള്ള മൊമെന്റ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത്തരത്തിലുള്ള സെഷൻസ് നിങ്ങൾ പരിചയപ്പെടുത്തണം. സോ ഐ ഹാവ് ഓൾറെഡി ക്യാപ്ചർഡ് സം ഫോട്ടോസ്. ഞാൻ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട്. അപ്പോ നമ്മൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ അസ്ല സാറിന് പ്രത്യേകമായിട്ടുള്ളൊരു നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ എക്സാം വൈ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് അല്ലാത്ത എക്സാം വൈ ലേണിംഗിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് എക്സാം വൈ ലേണിംഗ് എന്നുള്ളത് ഒന്ന് ബ്രീഫ് ആയിട്ടൊന്ന് ഞാൻ പരിചയപ്പെടുത്താം. എന്നിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ എക്സാം വൈ ലേണിംഗ് എന്നുള്ളത് ബേസിക്കലി 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിന് സയൻസിലും മാത്സിലും ഉള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ സയൻസ് ആൻഡ് മാത്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ലേറ്റർ നമ്മൾ
ഡിഫറെന്റ് കരിയർ ഫീൽഡുകളിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അവർക്ക് എന്തായാലും സ്കൂൾ ലെവലില് നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പൊ ചെയ്യേണ്ടത്. ഇപ്പൊ അവര് വലിയ വലിയ കരിയർ ഫീൽഡുകൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് പകരം അവരിപ്പോ ചെയ്യേണ്ട സംഗതി അവരിപ്പോ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സോ അതാണ് നമ്മളും ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ടീം എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളിൽ നിന്ന് പാസ് ഔട്ട്സ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് എഞ്ചിനീയറിംഗ്, സയൻസ്, മാത്തമാറ്റിക്സ്, ടെക്നോളജി ഫീൽഡിൽ, സ്റ്റെം ഫീൽഡിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ, IIT അതുപോലെ തന്നെ NIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പാസ് ഔട്ട്സ് ആയിട്ടുള്ള ആളുകൾ, ഡോക്ടേഴ്സ് ഒക്കെയാണ് നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട് എത്തുന്നത്. നമ്മളൊരു ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്തു വരുന്നത്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസ്, ഏകദേശം 2500+ സ്റ്റുഡൻസ് കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ലേണിംഗ് ആപ്പ് ഉണ്ട്. വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സിമുലേഷൻസ്, നിങ്ങളുടെ സബ്ജക്ട് വൈസ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ലീഡർ ബോർഡ് സിസ്റ്റം നമ്മുടെ ആപ്പിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ആണ്. ലൈവായിട്ട് ഓരോ വീക്കിലും നമ്മുടെ ഫാക്കൽറ്റീസുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ലൈവിലൊക്കെ ഉള്ള പലരും ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണ്. അവർക്ക് ലൈവ് ക്ലാസ്സുകളൊക്കെ നിരന്തരം ഉണ്ടാവാറുണ്ട്. നമ്മുടെ വെൽക്കം കിറ്റ്, നമ്മൾ എല്ലാ സ്റ്റുഡൻസിനും ഒരു വെൽക്കം കിറ്റ് അയക്കാറുണ്ട് വീടുകളിലേക്ക്. നമ്മുടെ സ്റ്റഡി കിറ്റ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്സ്, നമ്മുടെ ഫാക്കൽറ്റീസ് ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്ക് ബുക്കുകളൊക്കെ അവർക്ക് കിട്ടും. ആൻഡ് നമ്മുടെ ഒരു കോഴ്സ് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ട്യൂഷൻ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് നമ്മൾ ഒരു അഡ്വാൻസ് ലെവൽ കോച്ചിങ്, അത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി കൊടുക്കുന്നത്. അതിൽ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. പാരന്റ്സിന് നമ്മൾ പാരന്റിങ് സെഷൻസ് നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന്റെ കംപ്ലീറ്റ് അക്കാഡമിക് ജേർണിയിൽ അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അവരുടെ ത്രൂ ഔട്ട് അവർ ജേർണി, അവരുടെ എക്സാമുകളിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരുടെ ലൈവ് ക്ലാസ്സുകളിൽ അവർ കയറാൻ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഫാക്കൽറ്റീസിനായിട്ട് കണക്ട് ചെയ്യാൻ, ഇതിനൊക്കെ നമ്മുടെ മെന്റേഴ്സ് ഫുൾ ടൈം ആയിട്ടുണ്ടാവും. സ്റ്റേറ്റ് സിലബസ് ആൻഡ് CBSE, ICSE, IGCSE ഇത്തരത്തിലുള്ള സ്ട്രീമുകൾ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മുടെ കോഴ്സ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീക്ക്ലി ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പർ ആയിട്ട് തന്നെ പോകുന്നു. കഴിഞ്ഞ ഒരുപാട് എക്സാമുകൾ നമ്മുടെ സ്റ്റുഡൻസ് നല്ല അച്ചീവ്മെന്റ്സ് നേടിയിരുന്നു. JEE പോലെ, നീറ്റ് പോലെ ഉള്ള എക്സാമുകളിലൊക്കെ. അതുപോലെ തന്നെ സ്കൂൾ ലെവലിലുള്ള UIMO, യൂണിഫൈഡ് ഇന്റർനാഷണൽ മാത്ത് ഒളിമ്പ്യാഡ്, NSTSE, ന്യൂ മാത്സ്, MSAT, ISRO കണ്ടക്ട് ചെയ്യുന്ന യുവിക ക്യാമ്പിൽ കഴിഞ്ഞ 2 വർഷത്തിനടുക്ക് 6 പേര് നമ്മുടെ സ്റ്റുഡൻസ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. അതായത് ഇന്ത്യയിൽ 350 പേർക്ക് മാത്രം അവസരം കിട്ടുന്നതിൽ 6 പേര് കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മുടെ കുട്ടികളായിട്ട് പങ്കെടുത്തു. ആൻഡ് അതുപോലെ കുറെ അധികം അച്ചീവ്മെന്റ്സ്, IASCയിൽ പോയിട്ട് സ്കൂൾ ലെവലിൽ തന്നെ ഇന്റേൺഷിപ്പുകൾ അവർ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ സ്കൂൾ ലെവലിലുള്ള എക്സാമുകളിൽ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള IOQM മാത്ത് ഒളിമ്പ്യാഡുകളിൽ നമ്മുടെ 7 കുട്ടികൾക്ക് അച്ചീവ്മെന്റ്സ് കിട്ടി. IGCSE ബോർഡ് എക്സാമുകളിൽ ടോപ്പേഴ്സ് നമ്മുടെ കുട്ടികളാണ്. സക്സസ് സ്റ്റോറി സെഷനുകള്, ബൂട്ട് ക്യാമ്പുകള്, AI ക്യാമ്പുകള്, ഇങ്ങനെ തുടങ്ങി കുറെ അധികം സെഷൻസ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടീമുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സാൻവേ ലേണിംഗിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അപ്പോൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എക്സാൻവേ ലേണിംഗിന്റെ ഭാഗമാകാം. അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ അഡ്മിഷൻ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ക്ലോസ് ചെയ്തു. അടുത്ത വർഷം ഇപ്പൊ 8ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് 9ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നല്ലോണം പെർഫോം ചെയ്യുകയാണെങ്കിൽ ഈവൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് അവൈൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അസ്ലൻ സാറിന് ഒരു പ്രത്യേക താങ്ക്സ് എക്സാൻവേ ലേണിംഗിന്റെ ഭാഗത്തുനിന്നും എന്റെ സ്വന്തം ഭാഗത്തുനിന്നും അറിയിക്കുകയാണ്. Also, I'm conveying my heartfelt thanks to all the participants. So, we are concluding this session. മറ്റൊരു എപ്പിസോഡ് സക്സസ് സ്റ്റോറീസ് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ അതിൽ അടുത്ത സെഷൻസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ. വി ആർ വൈൻഡിങ് അപ്പ്. താങ്ക് യു. താങ്ക്സ് ഓൾ.